ഭിന്നശേഷി സംവരണത്തിൽ നിർണായക നീക്കവുമായി സർക്കാർ. NSSന്റെ അനുകൂല ഉത്തരവ് എല്ലാ എയ്ഡഡ് മാനേജ്മെന്റുകൾക്കും ബാധകമാക്കാൻ ഒരുങ്ങുന്നു. അനുകൂല നിയമോപദേശം സർക്കാരിന് കിട്ടിയിരിക്കുന്നു. സർക്കാർ ഉത്തരവ് ഉടൻ ഇറക്കും. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഇപ്പോൾ എല്ലാ ഇടത്തും ഈ സംവരണത്തിൽ ഇങ്ങനൊരു നീക്കം നടത്താൻ തീരുമാനമാവുകയാണോ? നിർണായകമായിട്ടുള്ള തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തു ഉണ്ടാകുന്നത്. എപ്പോൾ മുതൽ നടപ്പിലാക്കാനാണ്? എപ്പോൾ ഉത്തരവിറങ്ങും? എന്താണ് വിവരങ്ങൾ? ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. NSSന് ലഭിച്ച സുപ്രീം കോടതിയിൽ ഭിന്നശേഷി സംഭരണവുമായി NSSന് സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ച അനുകൂല വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും നിർബന്ധമാക്കണം എന്നുള്ളതാണ്, അവർക്കും നടപ്പാക്കണം എന്നുള്ളതായിരുന്നു ഈ സ്കൂൾ മാനേജ്മെന്റുകളുടെ ആവശ്യം എന്ന് പറയുന്നത്. ഇത് സംബന്ധിച്ച് സർക്കാർ നേരത്തെ അവരുടെ നിലപാട് പറഞ്ഞിരുന്നു. പക്ഷെ ആദ്യം സർക്കാർ എടുത്ത നിലപാടെന്ന് പറയുന്നത് അങ്ങനെ NSS നേടിയെടുത്ത ആ വിധി മറ്റു മാനേജ്മെന്റുകളും കോടതിയിൽ പോയി നേടി വരട്ടെ എന്നുള്ളൊരു നയം സർക്കാർ അന്ന് സ്വീകരിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഈ മാനേജ്മെന്റുകൾ നിരന്തരം ആവശ്യപ്പെട്ടതിന് പിന്നാലെ തന്നെ ഈ ഒരു നിലപാടിൽ നിന്ന് സർക്കാർ ഒരു അല്പം പിന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇത് കഴിഞ്ഞ് സുപ്രീം കോടതി വിധി അനുകൂലമാക്കുന്നതിന് വേണ്ടി സർക്കാർ സത്യവാങ്മൂലം നൽകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ക്രൈസ്തവ മാനേജ്മെന്റുകളായാലും മുസ്ലിം മാനേജ്മെന്റുകളായൊക്കെ സർക്കാരിൽ വലിയ രീതിയിലുള്ള ഒരു പ്രഷർ ചുമത്തുന്നുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വലിയ രീതിയിലുള്ള ഒരു സമരമൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് എന്ന് ഇതിനൊപ്പം പറയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനു പിന്നാലെയാണ് ഇങ്ങനെയൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം, അതായത് ഭിന്നശേഷി സംവരണമുള്ള സീറ്റുകൾ ഒഴിച്ചിട്ടുകൊണ്ട് മറ്റ് സീറ്റുകളിൽ നിയമനം നടത്താം, അധ്യാപകർക്ക് നിയമനം നടത്താം, അവർക്ക് അംഗീകാരം കൊടുക്കാം. ഇതാണ് NSSന് അനുകൂലമായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി എന്ന് പറയുന്നത്. ഇതാണ് മറ്റ് മാനേജ്മെന്റുകൾ അവർക്കും അവകാശപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നത്. ഇതിലാണ് സർക്കാർ ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. സർക്കാർ അങ്ങനെ നിലവിലത്തെ സർക്കാരിന്റെ ഈ തീരുമാനം എന്ന് പറയുന്നത് സഭയുമായിട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെയും തന്നെ അവസാനിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇടഞ്ഞു നിൽക്കുന്ന സഭയെ അനുനയിപ്പിക്കാൻ കൂടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നു, അല്ലേ? അങ്ങനെ നമുക്ക് ഇതിനൊപ്പം ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നിർണായക നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭിന്നശേഷി സംവരണ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ തന്നെ, പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ മാനേജ്മെന്റ് സംഘടനകൾ മാനേജ്മെന്റുകൾ ഉൾപ്പെടെ സർക്കാരിൽ വലിയ രീതിയിലുള്ള ഒരു പ്രഷർ ചുമത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു അനുകൂല നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. സർക്കാർ ഇപ്പോൾ തന്നെ ഈ ഉത്തരവ് ഇറക്കുമ്പോൾ പോലും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അതൊരു ഉപാധിയായി വയ്ക്കും, ഉത്തരവിൽ തന്നെ ഒരു ഉപാധിയായി വയ്ക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 20,000-ഓളം അധ്യാപകർക്ക് ആശ്വാസമാകുന്ന ഒരു ഉത്തരവായിരിക്കും സർക്കാർ പുറത്തിറക്കുക. എന്തായാലും നിലവിലിപ്പോൾ നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഇതിൽ ഇനി കാത്തു നിൽക്കുന്നതല്ല എന്നുൾപ്പെടെയുള്ള പ്രതികരണം അറിയിച്ചിരുന്നു. പക്ഷേ അങ്ങനെയല്ല, NSSന് നിലവിൽ സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന തീരുമാനമനുസരിച്ച് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് എല്ലായിടത്തും ഒരുപോലെ നടപ്പാക്കുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നു. അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കാനാണ് ഇപ്പോൾ സർക്കാർ നീങ്ങുന്നത്. ഹരി, സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ മുന്നിൽ വരികയാണ്. നിലവിൽ സഭയ്ക്ക് ഈ ഒരു പ്രശ്നം വലിയ പ്രശ്നമായി തന്നെ മുന്നോട്ട് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. പലരും അതിൽ പ്രതിഷേധവും അടക്കവും ഒക്കെ അറിയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അതിനിടയിലാണ് സംസ്ഥാന സർക്കാർ ഇങ്ങനൊരു ഉത്തരവ് സുപ്രീം കോടതി NSSന് നൽകിയിട്ടുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നത്. ഉറപ്പായിട്ടും, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഈ സഭയുമായിട്ടുള്ള സഭയുടെ രോഷം ഒരു പരിധി വരെ തണുപ്പിക്കാൻ ഈ ഒരു നീക്കത്തിലൂടെ സർക്കാരിന് കഴിയുമെന്ന് സർക്കാർ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു നീക്കം വന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ഒരു 20,000-ഓളം അധ്യാപകരുണ്ട്. അവരുടെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട് പല മാനേജ്മെന്റുകളും നിരന്തരം കയറിയിറങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നാളായിട്ടും അതിലൊരു അനുകൂല തീരുമാനം മാനേജ്മെന്റുകളുടെ ഭാഗത്തേക്ക് ഒരു അനുകൂല തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. തുടക്കത്തിൽ തന്നെ, അതായത് ഈ സർക്കാർ നേരത്തെ NSSന് ലഭിച്ച അനുകൂല വിധി മറ്റു മാനേജ്മെന്റ് അവരും കോടതിയിൽ പോകട്ടെ എന്നുള്ളൊരു നിലപാടാണ് ആദ്യം സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരുന്നത്. പിന്നീടാണ് സർക്കാർ ഇതിൽ നിന്ന് പിന്നോട്ട് പോയത്. ഇനിയിപ്പോൾ സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതിയിൽ സർക്കാർ ഒരു സത്യവാങ്മൂലം കൊടുക്കേണ്ടി വരും. അതായത് നിലവിൽ ഇത് നടപ്പാക്കുന്നു, അതായത് കേരളത്തിൽ ഇങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി വിധിയുടെ ഒരു അന്തിമ വിധി ഇനി വരാനിരിക്കുന്നു. അപ്പോൾ ആ അന്തിമ വിധി ഒരു ഉപാധി വെച്ചുകൊണ്ടാണ്, അന്തിമ വിധി വന്നതിന് ശേഷമായിരിക്കും ഇത് അന്തിമ വിധിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉപാധി വെച്ചുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ സർക്കാരിന് കൊടുക്കേണ്ടി വരും. അതായിരിക്കും ഇനി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക.
തീർച്ചയായും കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഇതിൽ പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി കോട്ടയത്ത് പങ്കെടുത്ത പരിപാടിയിൽ. ഹരി, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയിപ്പോൾ അടുത്ത അധ്യയന വർഷം മുതലാണോ, അതായത് കൂടുതൽ അധ്യാപകർക്ക് നിയമനം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് കൊണ്ടെത്തും? കാര്യങ്ങൾ കൂടുതൽ അധ്യാപകർക്ക് നിയമനം ലഭിക്കും, അത് അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കി തുടങ്ങുമായിരിക്കും അല്ലേ? അത് എന്നു മുതൽ നടപ്പാക്കും എന്നുള്ള കാര്യം ഈ ഉത്തരവ് ഇറങ്ങിയതിന് ശേഷം മാത്രമേ, കാരണം അതിൽ ഇങ്ങനെ ഒരു സുപ്രീം കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു ഉത്തരവിന് വളരെ പ്രാധാന്യമുണ്ട്. സർക്കാർ ഏത് രീതിയിലായിരിക്കും അത് കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? കാരണം സുപ്രീം കോടതി വിധി ലംഘിച്ചുകൊണ്ട് ഒരു കാരണവശാലും അത് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ സർക്കാരിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഒരു ഉത്തരവിറക്കുന്നു, അത് സുപ്രീം കോടതിയെ സത്യവാങ്മൂലത്തിലൂടെ അറിയിക്കുന്നു. അങ്ങനെ ഒരു നടപടിക്രമം ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഉത്തരവ് ഇറങ്ങിയതിനു ശേഷം അത് ഏത് രീതിയിൽ എങ്ങനെ നടപ്പാക്കും എന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് പറയാൻ കഴിയും. കാരണം ഇത്രയും അധ്യാപകരുടെ നിയമനം, അതിൽ മറ്റെന്തെങ്കിലും ക്രൈറ്റീരിയ വച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ ഈ പറയുന്ന സ്കൂൾ മാനേജ്മെന്റുകളിലൊക്കെ ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ടുള്ള സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നത് അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്, അത് ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചതിന് ശേഷം മറ്റധ്യാപകർക്ക് എത്ര അധ്യാപകരുണ്ട്, അപ്പൊ അവരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അപ്പൊ അങ്ങനെ ആ നടപടിക്രമങ്ങൾ പോകേണ്ടിയിരിക്കുന്നു. അപ്പൊ ആ ഉത്തരവിൽ അത് കൃത്യമായി ആ ക്രൈറ്റീരിയ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയാൻ കഴിയും.